ഉള്ള സാധ്യതയാണ് നമ്മളുടെ ജീവിതമെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മളുടെ അടുത്ത വർഷം ഫലദായകമാവും. അതിനു മുമ്പ് എനിക്കൊരു കാര്യം കൂടെ ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം. സമയത്തിന്റെ പരിമിതിയാണ് ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്നത്. പേപ്പർ കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാം? ബോൾ ഉണ്ടാക്കാൻ അറിയാം, വെരി ഗുഡ്. ബോട്ട് ഉണ്ടാക്കാൻ അറിയാം, പിന്നെ പ്ലെയിൻ ഉണ്ടാക്കാൻ അറിയാം, പിന്നെ റോക്കറ്റ് ഉണ്ടാക്കാൻ അറിയാം. ക്ലാസ് റൂമിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആയുധമാണ്. പിന്നെ വിശറി ഉണ്ടാക്കാൻ അറിയാം. ശരി, ഇത് കീറാതെ, ഈ പേപ്പർ കീറാതെ എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാം? നമ്മൾ നശിപ്പിച്ചുകൊണ്ടല്ല ഓരോ കാര്യം ഉണ്ടാകും. ബോട്ട് ഉണ്ടാക്കാൻ അറിയാം, വെരി ഗുഡ്. വിശറി ഉണ്ടാക്കാൻ അറിയാം, വെരി ഗുഡ്. വിശറി ഉണ്ടാക്കി, കൊള്ളാം. അല്ല, വേറെ വിശറി. പ്ലെയിൻ ഉണ്ടാക്കാൻ അറിയാം. എനിക്ക് അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങളോടൊന്ന് കാണിക്കാനുള്ളത്. മോളെ ഇങ്ങ് വന്നേ. മോനെ, രണ്ട് ബോയ്സ് ആ സാധനം ഒന്ന് നമ്മളുടെ ഇങ്ങോട്ടൊന്ന് എടുത്തിടുവോ? നിങ്ങൾ രണ്ടുപേരും ഓടിച്ചല്ലോ. എവിടെ ഇരുന്നോ? സ്നേഹം എവിടെ ഇരുന്നു? അവർ കൊണ്ടുവരട്ടെ. യെസ്, അവിടെ വെച്ചോ മോനെ. മോളെ ഒന്ന് പിടിച്ച്. വെരി ഗുഡ്. അത് പറഞ്ഞ ആരാ? തലപ്പുറത്ത് കാണിക്കരുത്. തൊപ്പി, വെരി ഗുഡ്. പിന്നെ കപ്പല്, വെരി ഗുഡ്. ബോട്ട്, ബോട്ടുമല്ല വഞ്ചിയല്ല. വീട്, ഓക്കെ, വെരി ഗുഡ്. പിന്നെ പട്ടം, വെരി ഗുഡ്. അതല്ല. പിന്നെ എന്തോ? ഉറക്ക പറയാതെ എനിക്ക് കേൾക്കത്തില്ല. പൂച്ചട്ടി, വെരി ഗുഡ്. അമ്പടം ഇടുക്ക. വീടെവിടാന്നാ പറഞ്ഞേ? യെസ്, ചെർപ്പളശ്ശേരി. അത് ശരി, കൊള്ളാം. ഓക്കെ, ശരി. ഞാനിതിങ്ങനെ വെക്കുകയാണെന്ന് കരുതുക. മാർപ്പാപ്പ, വെരി ഗുഡ്. ഞാനിതിങ്ങനെ വെക്കുകയാണെന്ന് കരുതുക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ സൗഹൃദത്തിന് വേണ്ടി ഇതുപോലെ ഒരു തൊപ്പി ഉണ്ടാക്കി വൈദികരാകാൻ പോകുന്നവരാദ്യം വിചാരിക്കുവോ ഭദ്രാസന അധിപന്മാരാകാൻ വേണ്ടിയാ ഞാൻ വൈദികനാകാൻ പോകുന്നെന്ന് വിചാരിക്കുവോ? വിചാരിക്കില്ല. അങ്ങനെ വിചാരിച്ചിട്ട് പോകുന്നവർക്ക് ഒരിക്കലും ഒരു യഥാർത്ഥ വൈദികനായി ജീവിക്കാനാവില്ല. അത് യാഥാർത്ഥ്യമാണ്. മറിച്ച് ഇതേ സാധനം കൊണ്ട് ഞാൻ വേറെ ചിലതുകൂടെ ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പൊ ഉണ്ടാക്കിയത് എന്താ? തൊപ്പി. ഓക്കെ, തൊപ്പി ഉണ്ടാക്കി. ഇനി എന്തുണ്ടാക്കാം ഇതുകൊണ്ട്? ഇതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ഗാന്ധി തൊപ്പി ഉണ്ടാക്കാം. ചിലപ്പോൾ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കാം. ഇനി അതേ സാധനം കൊണ്ട് വേണമെങ്കിൽ വേറൊരു സാധനം ഉണ്ടാക്കാം. നിങ്ങൾ ഇത് കണ്ടിട്ടില്ലേ മക്കളെ? നമ്മൾ ഇതൊക്കെ ഡിഗ്രിയൊക്കെ അവാർഡ് ചെയ്യുന്ന സമയത്ത് വക്കീലുമാർക്കൊക്കെ ഡിഗ്രിയൊക്കെ അവാർഡ് ചെയ്യുന്ന സമയത്ത് ഒരു സാധനം വെക്കാറില്ലേ? അതിന് പറയുന്ന പേരെന്താ? ആർക്കറിയാം? അതിന് പറയുന്ന പേരാണ് തൊപ്പി. ആണോ? അതിന് പറയുന്ന പേരെന്താ? ബ്ലാക്ക് തൊപ്പിയോ? ഇതേ സാധനത്തെ നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ, ഇങ്ങനെ വരുത്തി കഴിഞ്ഞാൽ അതേ സാധനം നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഇതേ സാധനത്തെ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു ചേഞ്ച് വരുത്തിയാൽ പോലീസാക്കാവോ ഇതിനെ? ഇതേ സാധനത്തെ തന്നെ ഒരു ചെറിയ ചേഞ്ച് വരുത്തിയാൽ അങ്ങനെ ഫീൽ ചെയ്യുന്നു. ഓക്കെ, ശരി, സമ്മതിച്ചു. ഇതേ സാധനത്തെ തന്നെ വീണ്ടും ഒരു ചേഞ്ച് വരുത്തിയാൽ നമുക്ക് എല്ലാം താണ്ടേ ഇങ്ങനെ തല വെച്ചാലും കുഴപ്പമില്ല. ഇതേ സാധനത്തെ തന്നെ ഇതിനും എല്ലാം അപ്പുറം ഞാൻ പറയും, സൗഹൃദത്തിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ സൗഹൃദത്തിലൂടെ നേടിയെടുക്കാൻ പോകുന്ന ആരായിട്ടായിരിക്കും ആകുന്നതെന്നറിയോ?
നിങ്ങൾ സൗഹൃദത്തിലൂടെ നേടിയേക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ രാജാവായി തീരുക. ഇങ്ങനെ ഈ സാധനത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഇത് കാണിക്കാൻ കാരണം നമുക്ക് പരിധിയില്ലാത്ത സാധ്യതകൾ ഒരു ചെറിയ പേപ്പറിന് മുമ്പിൽ നമുക്കുണ്ട്. ഒരു ചെറിയ പേപ്പറിന് മുമ്പിൽ പരിധിയില്ലാത്ത സാധ്യതകൾ നമുക്കുണ്ട്. മോർണിംഗ് വന്നടാ, വെരി ഗുഡ്, ഇരിക്കട്ടെ. അവിടെ പരിധിയില്ലാത്ത സാധ്യതകളുണ്ട്. മോർണിംഗ് വന്നടാ വിട്ട. പരിധിയില്ലാത്ത സാധ്യതകൾ നമുക്ക് മുമ്പിലുണ്ട്. ആ പേപ്പർ അവിടെ കിടന്നപ്പോൾ നമ്മൾ ആരും വിചാരിച്ചില്ല ഇത്രയേറെ ഐറ്റം സാധനങ്ങൾ ഈ പേപ്പർ കൊണ്ട് കീറാതെ ഉണ്ടാക്കുമെന്ന് നമ്മൾ കരുതിയില്ല. ഉണ്ടോ? നമ്മൾ കരുതിയില്ല. പക്ഷെ നമ്മൾ അറിയേണ്ടത് ഒഴിഞ്ഞു കിടക്കുന്ന പലതിലും അമൂല്യങ്ങളായ പലതുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് കാണാനുള്ള ഉൾക്കാഴ്ചയാണ് യഥാർത്ഥത്തിൽ നമുക്കുണ്ടാവേണ്ടത്. ഒരു കാര്യം കൂടി പറഞ്ഞ് നമ്മുടെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സൗഹൃദത്തെക്കുറിച്ചുള്ള അടുത്ത വർഷം നമ്മൾ നടത്തേണ്ട പദ്ധതികളിൽ ആവേശത്തോടെ പങ്കെടുക്കേണ്ടതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേട്ടോളൂ. മാക്സിമം 2 മിനിറ്റിനുള്ളിൽ നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കും. ഓക്കെ. ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത് നമ്മൾ സഭയുടെ മക്കളാണ്. സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നാലും അതിനെ ചങ്കൂറ്റത്തോടെ മുന്നിട്ടിറങ്ങേണ്ടവരാണ് നാം ഓരോരുത്തരും. സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നാലും ചങ്കൂറ്റത്തോടെ മുന്നിട്ടിറങ്ങേണ്ടവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ മുമ്പിൽ വലിയൊരു ലോകമുണ്ടെന്നും നമ്മുടെ മുമ്പിൽ വലിയൊരു വിജയത്തിന്റെ സാധ്യതയുണ്ടെന്നും നിങ്ങൾ തിരിച്ചറിയണം. വഴിവെക്കിൽ കിടക്കുന്ന പേപ്പർ കഷ്ണങ്ങളല്ല നിങ്ങളെന്ന് തിരിച്ചറിയുക. അതിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന രാജാവിന്റെ കിരീടം ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് കൂടി തിരിച്ചറിയുക. അങ്ങനെ തിരിച്ചറിയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് പറയാൻ സാധിക്കും, ജീവിതയാത്രയിൽ നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹ പൂമഴ പെയ്തിറങ്ങട്ടെ എന്നും നിങ്ങളുടെ പുണ്യവീഥികളിൽ റോസാദളങ്ങൾ നിറയട്ടെ എന്നും പറയാൻ സാധിക്കും. പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നല്ല സൗഹൃദങ്ങൾ സ്ഥാപിച്ച് നല്ല സുഹൃത്തുക്കളായി ആവേശത്തോടെ അഭിമാനബോധത്തോടെ സഭയുടെ മക്കളായി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, വരും വർഷങ്ങളിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാനാവട്ടെ. സൗഹൃദം സ്ഥാപിക്കേണ്ടത് നിലപാടുകളോടാണ്, പക്ഷം ചേരലോടാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നേറാൻ നിങ്ങൾക്കാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇനി എപ്പോഴെങ്കിലും കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ. താങ്ക് യു വെരി മച്ച്.